ഇപ്പോൾ ഗൈസ് ഉണ്ട് നമ്മൾ രാത്രി സമയം എന്തെങ്കിലും ഇപ്പോൾ ഗൈസ് രാത്രി 11 മണിയായപ്പോൾ നമ്മുടെ സ്റ്റാർ ഫിഷിംഗ് ടൂൾസിൽ നാളത്തെ ഫിഷിങ് എന്നാണ്ട 11:24 അപ്പോൾ അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അച്ഛൻ ലൈറ്റൊക്കെ ഇട്ട് ഇപ്പോൾ ഗൈസ് ഉണ്ട്. അപ്പോൾ നമ്മൾ രാത്രി വന്നിട്ടുണ്ട്. നാളത്തെ പരിപാടിക്ക് 2-3 ഫ്രോഗ് എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഷോപ്പിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഈ വർഷം ഫസ്റ്റ് ടൈമാണ് ഷോപ്പിൽ വരുന്നത്. ഈ ഫ്രോഗ് നമുക്ക് കുറച്ച് വലിപ്പമുള്ള ഫ്രോഗ് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അടിപൊളി. അപ്പം ആരുമില്ല, സൈലൻറ്റ്. ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ. വേണ്ട, നാളെ ഞായറാഴ്ചയാണ്. ഇന്ന് ശനിയാഴ്ച രാത്രി 11 ആയിക്കണം അല്ലേ? 11 ആയിട്ടുണ്ട്. കുറച്ച് ഫ്രോഗ് കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പം അതിന് വേണ്ടി വന്നതാണ്. ഇപ്പോൾ കഴിച്ചണ്ടേ, നമ്മൾ പറഞ്ഞു വെച്ച സാധനം കിട്ടി. ഇതൊക്കെ വന്നപ്പോഴേ നമ്മൾ പോവാം പറഞ്ഞു വെച്ച സാധനം തന്നെ. 2 ഫ്രോഗ് കിട്ടുക, 2 ഫ്രോഗ് കിട്ടി. ഇനി ഒരു ഫ്രോഗ് കൂടെ മതി. ഇനി ഏത് ഫ്രോഗ് എടുക്കും? ചേട്ടാ ഒരു ഫ്രോഗ് സെലക്ട് ചെയ്തേ. അതുണ്ട് ഞാൻ എടുത്ത ഇവിടുന്ന് നേരത്തെ എടുത്ത എൻ്റെ ഇരിപ്പുണ്ട്. ഇതേതോ അതുകൊണ്ട് അതല്ലേ? ഓ അത് പറ. ഓ അത് കൊള്ളാം കേട്ടോ. സീൽഡ് സാധനമാണ്. ഗമ്മ വെച്ചൊട്ടിച്ചേക്കോ കേട്ടോ. ഇതാകുമ്പോൾ വലിയ സീൻ ഇതിൻ്റെ ഹുക്കൊക്കെ കൊള്ളാം. അടിപൊളി ഹുക്ക്. ഇടനാക്കൊക്കെ ഉണ്ട്, നല്ല ഷാർപ്പാണ്. ബാക്ക് ഇച്ചിരി സ്ലിം ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. പൊളി. അതും എടുത്തോ. 4 ഫ്രോഗ് വേണം. പ്രകാശാണ്ടേ നമ്മൾ 4 ഫ്രോഗ് എടുത്തിട്ടുണ്ട്, ഫുൾ ഫ്രോഗുകൾ. അപ്പം ഇത് വെച്ചായിരിക്കും പരിപാടി. അപ്പം അച്ഛാ പോവാം. ഓക്കെ നമ്മൾ ഇറങ്ങുന്നുണ്ട് ഗൈസ്. അപ്പം ബാക്കി നാളെ രാവിലെ കാണാം. ഓക്കെ ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ സ്നേക്കഡ് ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന വാഹ, ചെറുമീനാണ്. എന്താ കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും രാവിലെ നമുക്ക് പരിപാടി തുടങ്ങാം. നമ്മളിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ കുറച്ച് ലോങ്ങാണ് കാസ്റ്റിങ്ങിന് വരുന്നത്. നമ്മൾ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി അടിപൊളി കേട്ടോ. ഉണ്ടോ, പാടമാണ്, എല്ലാ സൈഡിലും പാടമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. അപ്പോൾ നമ്മളെന്തായാലും നേരത്തെയൊക്കെ വന്ന സൈറ്റിലൊക്കെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. മീനിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്. വെള്ളം തീരെ കുറവാണ്, അതായത് വെള്ളം ഇറക്ക ടൈമാണ് ഇപ്പം. അപ്പോൾ ഈ ടൈമിലാണ് മീൻ കൂടുതലും അടിക്കുന്നത്. അതുകൊണ്ട് നല്ല ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് മീൻ എന്തായാലും. അപ്പോൾ നമ്മൾ എന്തായാലും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും സൈറ്റിലോട്ട് ഇറങ്ങാം. എന്ത് കിട്ടുമെന്നൊക്കെ നോക്കാം. ഓക്കെ വണ്ടിയോട്ടിരിപ്പുണ്ട്. ൂറടിക്കേണ്ടി വരും. നമ്മൾ ഫ്രോഗ് കാസ്റ്റിങ് തുടങ്ങിയിട്ടുണ്ട്. ഹൗസ് ബോട്ട് വന്നുണ്ടോ? ഹൗസ് ബോട്ട് ഇവിടെ കംപ്ലീറ്റ് ഹൗസ് ബോട്ട് ആയിരിക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഹൗസ് ബോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് കണ്ട് ഈ സ്പോട്ടിൽ നിന്നൊക്കെ നമ്മൾ നേരത്തെ വന്ന സമയത്തൊക്കെ മീൻ അടിച്ചിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം ഒരു ലക്ക്. ഏറ്റവും സാധനങ്ങൾ കിടപ്പുണ്ട്, ഹെവി ഐറ്റംസ് കിടപ്പുണ്ട്. ഗൈസ് നമുക്ക് ഉഗ്രനൊരു ചേറാൻ കയറി കേട്ടോ. ഒരു 1 kg പ്ലസ് ഉള്ള ഒരു ചേറാനാണ്.
ഞാനത് ദിവസം എൻ്റെ ഫൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ക്യാമറ ഓണല്ലായിരുന്നു. പണിപ്പാളി. പക്ഷേ എന്തോ ചെയ്യാനാന്ന് പറ, നാശം പിടിക്കാനൊക്കെ ഉണ്ട്. ഷിറ്റ്. എന്തായാലും ഇങ്ങനെ എടുത്തിട്ടിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ വെച്ചാൽ രാത്രി വന്ന് നമ്മളെടുത്ത് ഫ്രോഗിലൊക്കെ മീൻ അടിച്ചിട്ടുണ്ട്. ഫ്രോഗ് എല്ലാം അങ്ങനെ പൊളിച്ച് കുഴപ്പമില്ല കേട്ടോ, കിട്ടുക. പക്ഷെ അടിച്ചോന്ന് പറഞ്ഞില്ല, വന്ന് സക്ക് ചെയ്തെടുത്തോണ്ട് പോകുമായിരുന്നു. പാമ്പിനകത്ത് കയറി ജൈറ്റ് സാധനം. ജൈറ്റ് എന്ന് പറഞ്ഞാൽ ജൈറ്റ് ചെറിയനാട്ടോ. heavy, 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 heavy. ചെറിയ കിട്ട് ഹെവി ക്യൂജി ഹ്യൂജ്. 3 കിലോ എങ്ങനെ പോയില്ല. പൊളി ഹൽപ്പൊളി കിട്ടുക സാധനം കൈ രക്ഷയില്ലട്ടോ. മാന്താപ്പ്. ഒരു ബ്രൈഡ് ഒരു രക്ഷയില്ല കേട്ടോ, കിട്ടുകം ബ്രൈഡ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ട്. അടിച്ചിരിക്കുന്ന മീനെ കണ്ടോ, ഹെവി സാധനം. ഹെവി വാ, മണൽ വാ. തല കണ്ടോ, തല എന്താ സാധനം, മാതാപ്പ്. അപ്പോൾ രണ്ടാമത്തെ സാധനം കേട്ടോ. ഞാനത് ചേറാനാന്നാണ് പറഞ്ഞത് വിചാരിച്ചേ, പക്ഷേ മണൽ വാഹയായിരുന്നു. അത് ഹ്യൂജ് സാധനം, ഒരു രക്ഷയില്ല കേട്ടോ. പുളി സാധനം ഞാൻ കാണിച്ചു തരാം. സംഭവം കണ്ടോ, ബുൾഫ്രോ ഇരിക്കുന്നുണ്ടേ, അടിപൊളി മക്കളെ, അടിപൊളി. അടിച്ച് വിഴുങ്ങി കേട്ടോ. ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി സാധനം. ഇതുണ്ട് തല ഇത്രയേ ഉള്ളു. തലയുടെ അവിടെ കാലിരിക്കുന്ന കണ്ടേ, കിടുക്കാച്ചി ഐറ്റം. എന്തായാലും ഞാൻ ഇവനെ കൊല്ലിയാക്കട്ടെ. രണ്ടാമത്തെ സാധനം അടിച്ച് തീപ്പൊരി ഐറ്റം കണ്ടേ, നമ്മൾ കൊല്ലിക്കത്താക്കിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, മാന്താപ്പൈറ്റം. ജോയിൻറ്റ് കണ്ട. അപ്പോൾ എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം. പട്ടയെന്ന് പിടിക്കാം. ഇനിയിപ്പോൾ ടൈം കുറവാണ്, പെട്ടെന്ന് ഇരുട്ടും. ഇപ്പോൾ ഏകദേശം മഴക്കോളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ടക്കെന്ന് കാസ്റ്റ് ചെയ്ത് വണ്ടി എടുത്തിട്ട് പോകാം. അവിടെ നിന്ന് വേറെ കുറേ ലൊക്കേഷൻ ഉണ്ട്, അങ്ങോട്ട് പോകണം. അടുത്ത മീൻ പോവല്ല. വരാലാന്ന് തോന്നട്ടോ. പോയി വരാലും കിട്ടി ഇല്ലേന്ന് പറഞ്ഞ് തൂക്കി എടുത്തിട്ടാട്ടെ വരാലടിച്ച്. ഈ ഫ്ലോയിൽ നമുക്ക് വരാലും കിട്ടിയേട്ടെ. പൊളി അത്യാവശ്യം 1/2 കിലോ സൈസുള്ളൊരു വരാല. എൻ്റെ ഹുക്ക് ഇച്ചിരി വൈഡായാണ് അതൊക്കെ മീനടിക്കുന്നത്. ഇതുണ്ട് കിടക്കൊരു വരാൽ നശിപ്പിച്ച്. ഇന്നിവിടുത്തെ മീനെല്ലാം ഭയങ്കര പിടയാണല്ലോ. നമ്മുടെ 3ാമത്തെ മീൻ. ചെറുമീൻ കാണോ, കീറിയില്ല. കീറുന്നതിനും വരെ ടാസ്കാണ്. വരാലോ, എൻ്റെ പൊന്നി വരാലാണ്. ചായൻ്റെ വരാൽ. അയ്യോ, ഒരു 1.5 കിലോ ഉണ്ടൊക്കെ ഉണ്ട് കേട്ടോ സാധനം.
പൈസാണ്ട് നമ്മുടെ 4ാമത്തെ സാധനം 1.5 കിലോ ആണ്. എണ്ണ അടിയായിരുന്നു. എന്തോ സൗണ്ടായിരുന്നു. ജോയിൻറ്റ് പറയാം ഇതുണ്ട്. ഹ്യൂജ് സാധനം. 4ാമത്തെ മീൻ എന്തെങ്കിലും എടുത്തിട്ട് കാസ്റ്റ് ചെയ്യാം. ഓക്കെ. നമ്മൾ വേറെ സ്ഥലത്ത് വന്ന് കാസ്റ്റിങ്ങിന് നല്ല സ്ട്രൈക്ക് ആയിരുന്നു. ഫ്രോഗ് ചെറുതാക്കണം. നല്ല റെഡിയാകും. സാധനം സാധനം വെള്ളം കേട്ടോ. അടി 5ാമത്തെ മീനാണ് ഈ സമയം. ഹെവി അടിച്ചാള 2-3 കിലോ ഉണ്ട് ഉറപ്പായിട്ട്. ഹെവി ഹ്യൂജ് സാധനം. ഒരു 2 കിലോ 2.5 കിലോ സൈസ് ഉണ്ട് കേട്ടോ. അടിച്ച് ഫുൾ ഫ്രോയില്ല കേട്ടോ. അടിച്ച് വിഴുങ്ങി കൊല്ലെടുത്തുണ്ട് കേട്ടോ. വെച്ച് കൊടുത്തിട്ട് അടിച്ച് കയറി പറയാം. അങ്ങനെ അടിപൊളി. ഇത്രത്തെ വരാൻ അറിയത്തില്ല. അടിപൊളി ചാകര ചാകര. പിടിച്ചു കൂട്ടിയേക്കുന്നുണ്ട്. ഇതാണ് ഇന്ന് ഇറങ്ങിയ ഹെവി ഒരു വരാലുണ്ട് ഇത്. അപ്പോൾ എന്തായാലും വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതിലേക്ക് ബൈ ബൈ. വോയിസ് ഇതുണ്ടോ ഇന്ന് എത്ര മീൻ കിട്ടിയെന്ന് എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. ചെറുമീൻ വരാലൊക്കെ എന്തോ ജോയിൻറ്റ് വരാലെന്നറിയാം. അപ്പോൾ എന്തായാലും ഇത്ര മീൻ കിട്ടി. ഇന്ന് അടിപൊളി ദിവസം ഇരുന്നുണ്ട്.